Work and energy. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ BSc ഫിസിക്സിലെ ഫസ്റ്റ് സെമസ്റ്ററിലെ സെക്കൻഡ് മൊഡ്യൂളിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് വർക്ക് ആൻഡ് എനർജി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് വർക്കിനെ പറ്റിയിട്ടും എനർജീനെ പറ്റിയിട്ടുമാണ്. സോ നമുക്ക് വർക്കിനെയും എനർജീനെയും പറ്റി പഠിക്കുന്നതിന് മുന്നേ ആദ്യം ഫോഴ്സിനെ പറ്റി നമുക്ക് നോക്കാം. Time independent forces. Time independent forces. They are those forces which does not depends on time. They only depends on position. പൊസിഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സുകളെയാണ് നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അവർ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല, അല്ലെങ്കിൽ ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. Time dependent force. They are those forces which depends on both position and time. ടൈമിനെയും പൊസിഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ടൈം ഡിപ്പെൻഡൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ടൈമിനനുസരിച്ചും ചേഞ്ച് ചെയ്യും, പൊസിഷനനുസരിച്ചിട്ടും ഫോഴ്സ് ചേഞ്ച് ചെയ്യും. അങ്ങനെയുള്ള ഫോഴ്സുകളെയാണ് നമ്മൾ ടൈം ഡിപ്പെൻഡൻറ്റ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈഡ് ഓൺ ആൻ ആറ്റം. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ആറ്റത്തിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് കോമ്പോണൻറ്റും മാഗ്നറ്റിക് ഫീൽഡ് കോമ്പോണൻറ്റും ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഇത് ടൈം ഡിപ്പെൻഡൻറ്റ് ഫോഴ്സിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ആറ്റം ടൈം ഡിപ്പെൻഡൻറ്റ് ഫോഴ്സിൻ്റെ എക്സാമ്പിളാണ്. വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ ബൈ ദ ഫോഴ്സ് വെൻ ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ എ ബോഡി ഡിസ്പ്ലേസസ് ഇറ്റ്. ഒരു ഒബ്ജക്റ്റിന് മേലെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്സിൽ വർക്ക് നടന്നു എന്ന് പറയും. ഒരു ഒബ്ജക്റ്റിന് മേലെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിന് മൂവ്മെൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വർക്ക് നടന്നു എന്ന് പറയും. വർക്കിൻ്റെ ഇക്വേഷൻ dW = F.dr. വർക്ക് dW = F.dr. അതിനെ നമുക്ക് വേണമെങ്കിൽ dW = FdR cos θ എന്നും എഴുതാൻ സാധിക്കും. കാരണം A.B എന്ന് പറയുന്നത് AB cos θ ആണ്. സിമിലർലി വെക്റ്റർ F.dr = FdR cos θ ആണ്. വർക്കിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്, ക്യാപിറ്റൽ J. രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് സ്കേലാർ ആയതിനെ കൊണ്ട് വർക്ക് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ടൈപ്സ് ഓഫ് വർക്ക്. വർക്കിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പോസിറ്റീവ് വർക്ക് ഉണ്ട്, നെഗറ്റീവ് വർക്ക് ഉണ്ട്, സീറോ വർക്ക് ഉണ്ട്. നമുക്ക് ആദ്യം പോസിറ്റീവ് വർക്ക് എന്താണെന്ന് നോക്കാം. പോസിറ്റീവ് വർക്ക്. Work done is said to be positive if both direction of force and displacement are along same direction. ഒരു ഒബ്ജക്റ്റിന് മേലെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനും സെയിം ആണെങ്കിൽ അവിടെ വർക്ക് പോസിറ്റീവ് ആണെന്ന് പറയും. ഈ കേസിൽ തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് cos 0 = 1. സോ dW = FdR. പോസിറ്റീവ് വർക്കിൻ്റെ ഇക്വേഷനാണ് വർക്ക് dW = FdR എന്ന് പറയുന്നത്. ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം ഡിസ്പ്ലേസ്മെൻറ്റും ഫോഴ്സിൻ്റെയും ഡയറക്ഷൻ പാരലലാണ്. സോ വർക്ക് പോസിറ്റീവ് ആണെന്ന് പറയപ്പെടും. സെക്കൻഡ് വൺ, നെഗറ്റീവ് വർക്ക്. ദ വർക്ക് ഡൺ ബൈ ആൻ ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി നെഗറ്റീവ് ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ അവിടെ വർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് പറയപ്പെടും. അപ്ലൈഡ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ വർക്ക് നെഗറ്റീവ് വർക്കാണ്. ഇവിടെ ആംഗിൾ തീറ്റ, നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റും ഫോഴ്സും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 180 ഡിഗ്രിയാണ്. സോ cos 180 എന്ന് പറയുന്നത് -1. സോ dW = -FdR വരും. dW = -FdR. ഇതാണ് നമ്മളുടെ നെഗറ്റീവ് വർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. തേർഡ് വൺ, സീറോ വർക്ക്. The work done by an object is said to be zero if both direction of force and displacement are perpendicular to each other. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ദാറ്റ് ഈസ് ആംഗിൾ തീറ്റ = 90 ഡിഗ്രി ആണെങ്കിൽ വർക്ക് 0 ആണെന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലെങ്കിലും ഈവൺ ആഫ്റ്റർ അപ്ലൈയിങ് ഫോഴ്സ് ഇഫ് ദർ ഇസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് ഈസ് സെഡ് ടു ബി 0. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടും ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടിട്ടില്ലെങ്കിൽ ആ കേസിൽ നമ്മൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ നമ്മളുടെ തീറ്റേൻ്റെ വാല്യൂ 90 ഡിഗ്രി വരുന്ന കേസിൽ
നമുക്ക് എന്ത് കിട്ടും? വർക്ക് ഡി ഡബ്ല്യു ഈക്വൽ ടു 0 കിട്ടും. കാരണം cos 90 ഈസ് ഈക്വൽ ടു 0. സോ വർക്ക് ഡൺ ഡി ഡബ്ല്യു ഈക്വൽ ടു 0. വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. നമ്മളൊരു വേരിയബിൾ ഫോഴ്സ് ചെയ്യുന്ന വർക്കിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുകയാണെന്ന് കൺസിഡർ ചെയ്യാം. സോ അവിടെ നടക്കുന്ന വർക്ക് ഡി ഡബ്ല്യു ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. വർക്ക് ഡൺ, സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഡി ഡബ്ല്യു ഈക്വൽ ടു വെക്റ്റർ എഫ് ഡോട്ട് വെക്റ്റർ ഡി ആർ എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇവിടെയുള്ള ടോട്ടൽ വർക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ്റെ രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. സോ ഇൻറ്റഗ്രൽ 0 ടു ഡബ്ല്യു ഡി ഡബ്ല്യു ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി വെക്റ്റർ എഫ് ഡോട്ട് വെക്റ്റർ ഡി ആർ ഫോം ചെയ്യും. ഇനി രണ്ട് സൈഡ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് നമുക്ക് ഡബ്ല്യു കിട്ടും. ഇൻറ്റഗ്രൽ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡബ്ല്യു. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡബ്ല്യു തന്നെ കിട്ടും ലെഫ്റ്റ് സൈഡ്. സോ റൈറ്റ് സൈഡ് വിച്ച് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി വെക്റ്റർ എഫ് ഡോട്ട് വെക്റ്റർ ഡി ആർ. അത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡബ്ല്യു ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ കോസ് തീറ്റ എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ വർക്കിൻ്റെ ഇക്വേഷൻ. വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ് ഡബ്ല്യു ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡി ആർ കോസ് തീറ്റ. ഡബ്ല്യു ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡി ആർ കോസ് തീറ്റ. Conservative force. The force is conservative if the work done by it in moving a particle or body from one point to another depends only upon the end points and not on the path followed. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന സമയത്ത് വർക്ക് ഡൺ എന്ന് പറയുന്നത് എൻഡ് പോയിൻറ്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ ട്രാവൽ ചെയ്ത പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഫോഴ്സിനെയാണ് നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫോഴ്സാണ്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിനെ സെർട്ടൺ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ് ഒബ്ജക്റ്റിൻ്റെ ഫ്രീ ഫോളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഫൈനൽ പോയിൻറ്റിനും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഇതൊക്കെ നമ്മളുടെ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്രഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ ഡിസ്പ്ലേസ് ചെയ്യാണ്. അതിനുശേഷം തിരിച്ച് വീണ്ടും ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് മറ്റൊരു പാത്തിലൂടെ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് വീണ്ടും ഒബ്ജക്റ്റിനെ തിരിച്ചു കൊണ്ടുവരികയാണ്. സോ ഇവിടെ നടക്കുന്ന നമുക്ക് വർക്കിനെ എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് കേസിൽ എ എന്ന് ബിയിലേക്ക് ഒബ്ജക്റ്റിനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന സമയത്തുള്ള വർക്കിൻ്റെ ഇക്വേഷൻ ഡബ്ല്യു എ ബി ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി വെക്റ്റർ എഫ് ഡോട്ട് വെക്റ്റർ ഡി ആർ. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് കേസിലെ വർക്കിൻ്റെ ഇക്വേഷൻ. ഇനി നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് തിരിച്ച് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒബ്ജക്റ്റിനെ തിരിച്ചു കൊണ്ടുവരികയാണ്. സോ ആ വർക്കിൻ്റെ ഇക്വേഷനാണ് ഡബ്ല്യു ബി എ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ബി ടു എ വെക്റ്റർ എഫ് ഡോട്ട് വെക്റ്റർ ഡി ആർ. അതാണ് നമ്മുടെ സെക്കൻഡ് കേസിലുള്ള വർക്കിൻ്റെ ഇക്വേഷൻ. ഇവിടെ നടന്ന ടോട്ടൽ വർക്ക് കാണണമെങ്കിൽ നമ്മളുടെ രണ്ട് ഇക്വേഷനും കൂടി പ്ലസ് ചെയ്യാം. ദാറ്റ് ഈസ് ഡബ്ല്യു ഈക്വൽ ടു ഡബ്ല്യു എ ബി പ്ലസ് ഡബ്ല്യു ബി എ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വർക്ക് ഡബ്ല്യു ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ പ്ലസ് ഇൻറ്റഗ്രൽ ബി ടു എ എഫ് ഡോട്ട് ഡി ആർ എന്ന് കിട്ടും. ഇതിന് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം? വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ മൈനസ് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുക. കാരണം ലിമിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് സൈൻ എടുത്താൽ മതി. സോ ശ്രദ്ധിക്കുക, ബി ടു എ എന്നുള്ളത് നമ്മൾ എ ടു ബി എടുത്തതിനെ കൊണ്ടാണ് അവിടെ ഒരു നെഗറ്റീവ് സൈൻ ഫോം ചെയ്തിട്ടുള്ളത്. വിച്ച് ഓൺ ഫർദർ ആഡിങ് വിൽ ബിക്കം 0. പിന്നീട് നമ്മൾ രണ്ട് പേരെയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. കാരണം രണ്ടും സെയിം ടേമാണ്. സോ ഡബ്ല്യു ഈക്വൽ ടു 0 കിട്ടി. കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ കേസിൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ള കാര്യം നമുക്കിതൊന്ന് മനസ്സിലാക്കാം. സ്റ്റോക്സ് ലോ ഉപയോഗിച്ച് നമുക്കിതിനെ വേറെ ഫോമിൽ എഴുതാൻ പറ്റും. സ്റ്റോക്സ് ലോ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ലൈൻ ഇൻറ്റഗ്രലിനെ സർഫസ് ഇൻറ്റഗ്രലാക്കി മാറ്റാൻ പറ്റും. സോ ഇക്വേഷൻ ഇതാണ്. ലൈൻ ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ വെക്റ്റർ എഫ് ഡോട്ട് വെക്റ്റർ ഡി ആർ ഈക്വൽ ടു സർഫസ് ഇൻറ്റഗ്രൽ ഡെൽ ക്രോസ് എഫ് ഡോട്ട് വെക്റ്റർ ഡി എസ് വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇവിടെ ഡി എസ് 0 ആവാത്ത സ്ഥിതിക്ക് നമുക്കെന്ത് പറയാം? ഡെൽ ക്രോസ് എഫ് ഷുഡ് ബി 0. ഇങ്ങനെയും നമുക്ക് കൺസർവേറ്റീവ് ഫോഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഡെൽ ഓപ്പറേറ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഐ ക്യാപ് പ്ലസ്
ഡോ ബൈ ഡോ വൈ ഓഫ് ജെ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് ഓഫ് കെ ക്യാപ്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. എനർജി, ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക് ഓർ ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റീനെയാണ് നമ്മൾ എനർജി എന്ന് വിളിക്കുന്നത്. എനർജീനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി ഇസ് ദ എനർജി പൊസസ്ഡ് ബൈ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ. ഒരു ഒബ്ജക്റ്റിന് മോഷൻ കാരണം ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നതോ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ കോൺഫിഗറേഷൻ കാരണം ഉണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സോ പൊട്ടൻഷ്യൽ എനർജി ഇസ് ദ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ. എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജീൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്കിൻ്റെ ഇക്വേഷൻ എടുത്തിട്ട് വർക്കാണ് കാണാൻ പോകുന്നത്. കാരണം വർക്കും എനർജിയും സെയിം ആണ്, രണ്ടിൻ്റെയും SI യൂണിറ്റ് സെയിം ആണ്. എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മൂവ് ചെയ്യുന്നൊരു ഒബ്ജക്റ്റിനെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് റെസ്റ്റിലേക്ക് കൊണ്ടുവരികയാണെന്ന് കൺസിഡർ ചെയ്യാം. ഒരു മൂവ് ചെയ്യുന്നൊരു ഒബ്ജക്റ്റിനെ നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് റെസ്റ്റിലേക്ക് കൊണ്ടുവരികയാണെന്ന് വിചാരിക്കാം. സോ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി V ആണ്, ഫൈനൽ വെലോസിറ്റി 0 ആണ്. റെസ്റ്റിലേക്ക് കൊണ്ടുവരുന്നതിനെ കൊണ്ട് ഫൈനൽ വെലോസിറ്റി 0 ആണ്. വർക്ക് ഡൺ W ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ RI ടു RF F ഡോട്ട് DR എന്ന് വരും. ആ നെഗറ്റീവ് സൈൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന ഫോഴ്സ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ എഗെയിൻസ്റ്റ് ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ വി നോ ദാറ്റ് F ഈക്വൽ ടു MA. ന്യൂട്ടൻ്റെ രണ്ടാമത്തെ ലോ പ്രകാരം നമുക്കറിയാം F ഈക്വൽ ടു MA ആണ്. ആക്സിലറേഷനെ നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റീൻ്റെ ടേമിൽ എഴുതാം. സോ F ഈക്വൽ ടു mdv/dt. ഈ എഫിൻ്റെ ഇക്വേഷൻ നമ്മൾ mdv/dt നമ്മളുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മളുടെ ഇക്വേഷൻ ഇങ്ങനെ വരും. W ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ V ടു 0 m ഇൻറ്റു dv/dt ഇൻറ്റു dr എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ dvനെയും drനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. സോ നമുക്ക് W ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ V ടു 0 m ഇൻറ്റു dr/dt ഇൻറ്റു dv എന്ന് കിട്ടും. dr/dt എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, ദാറ്റ് ഈസ് വെലോസിറ്റി ആണ്. സോ നമുക്ക് V എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മളുടെ ഇക്വേഷൻ മൈനസ് ഇൻറ്റഗ്രൽ V ടു 0 m V ഡോട്ട് dv എന്ന് കിട്ടും. കോൺസ്റ്റൻ്റ് ആയ എമ്മിനെ നമുക്ക് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ ഈക്വൽ ടു മൈനസ് m ഇൻറ്റു ഇൻറ്റഗ്രൽ V ടു 0 V dv എന്ന് കിട്ടും. ഇനി നമ്മൾ ആ നെഗറ്റീവ് സൈൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യും. V ടു 0 എന്നുള്ളത് 0 ടു V ആക്കും. സോ നമുക്ക് ആ നെഗറ്റീവ് സൈൻ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമ്മളുടെ ഇക്വേഷൻ ഈക്വൽ ടു m ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു V dv എന്ന് കിട്ടും. ഇൻറ്റഗ്രൽ V dv എന്ന് പറയുന്നത് V²/2 ആണ്. അതിന് ലിമിറ്റ് അപ്പർ ലിമിറ്റ് Vയും ലോവർ ലിമിറ്റ് 0യും വരും. അത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് W ഈക്വൽ ടു ½ mv² കിട്ടും. ഇതാണ് നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ, ദാറ്റ് ഈസ് ½ mv².